നോക്കാം. സ്ക്രീൻ വന്ന് ഓക്കെ. ഇൻട്രൊഡക്ഷൻ ടു ഹൗസ് ഹോൾഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അതിൽ നമ്മൾ പഠിച്ച ടേംസ് ജസ്റ്റ് ആദ്യം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്നാണ് തുടങ്ങിയത്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരാളുടെ ഡിസ്പോസിബിൾ ഇൻകം, റെഗുലർ ഇൻകത്തിലെ ഡിസ്പോസിബിൾ ഇൻകം, അതായത് ചെലവൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള ഇൻകം, അതാണ് ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്യും? റെഗുലർ ആയിട്ട് കൂട്ടി വെക്കും. അപ്പൊ അതിനെയാണ് സേവിങ്സ് എന്ന് പറയുന്നത്. ആ സേവിങ്സ് ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും അസറ്റ് ഉണ്ടാക്കുക. അസറ്റ് എന്ന് പറഞ്ഞാല് അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റണ അസറ്റ് ആയിരിക്കണം. അല്ലാതെ നമ്മള് വീട്ടാവശ്യത്തിന് സാധനങ്ങൾ മേടിച്ചാല് എക്സ്പെൻഡിച്ചർ നടത്തിയാലേ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയില്ല. ഇൻകം ജനറേറ്റ് ചെയ്യണ എന്തിലെങ്കിലും ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഉണ്ടാവണ എന്തെങ്കിലും ഇതില് പണം എന്ത് ചെയ്യണ ഡെപ്പോസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അതിനെയാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ അതിൽ പേഴ്സണൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞൊരു ടേം പറഞ്ഞു. പേഴ്സണൽ ഫിനാൻസിൽ ഒരു ഇമ്പോർട്ടന്റ് കമ്പോണന്റ് ആണ്. അതായത് പേഴ്സണൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിനെയാണ് അവിടെ എന്ത് ചെയ്യണത്, ഒരു ഇൻഡിവിജ്വലിന്റെ ഡിസിഷൻ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടോ അതിനായിട്ടാണ് പേഴ്സണൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞത് ഡീൽ ചെയ്യണത്. പിന്നെ ഫിനാൻഷ്യൽ ലിറ്ററസി എന്നുള്ളൊരു ടേമാണ് പഠിച്ചത്. അപ്പൊ അതിനെക്കുറിച്ചുള്ള നോളേജ് ഒരു ഇൻഡിവിജ്വൽ എന്ത് ചെയ്യണം, അയാൾക്ക് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട പണവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്തുണ്ടായിരിക്കും, ഫിനാൻഷ്യൽ ലിറ്ററസിയിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അത് നമ്മൾ പറഞ്ഞാണ് എന്തൊക്കെയാണ്, ഹൗ മണി വർക്ക്സ്, ഹൗ സമ്മൺ മേക്സ്, മാനേജസ് ആൻഡ് ഇൻവെസ്റ്റ് ഇറ്റ്, ഹൗ മണി ഈസ് യൂസ് ടു ഹെൽപ്പ് അതേഴ്സ്. അങ്ങനെ പല കാര്യങ്ങളും എന്താണ് ഫിനാൻഷ്യൽ ലിറ്ററസിയിൽ പറഞ്ഞു. അതിൻ്റെ ഒരു ഡെഫിനിഷൻ അതും പഠിച്ചു. അതുപോലെ തന്നെ നെക്സ്റ്റ് അതിൽ പറഞ്ഞത് അണ്ടർസ്റ്റാൻഡിങ് ഫിനാൻഷ്യൽ ലിറ്ററസി ആണ് പറഞ്ഞത്. അതിലൊരു ടേം പറഞ്ഞത് ഹൗസ് ഹോൾഡ് ബഡ്ജറ്റിംഗ്. അതൊക്കെ പറഞ്ഞത് ഹൗസ് ഹോൾഡ് ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, എങ്ങനെയാണ് പണം, അതായത് ഹൗസ് ഹോൾഡ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ, ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്തെന്നാ, വരവും ചെലവും നമ്മൾ എന്ത് ചെയ്യാ, വരവിനനുസരിച്ച് ചെലവ് എന്ത് ചെയ്യാ പ്ലാൻ ചെയ്യുമ്പോഴാണ് അതിന് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഹൗസ് ഹോൾഡ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാല് ഒരു ഇൻഡിവിജ്വലിന്റെ കേസിൽ അയാളുടെ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പെൻസും ഇൻകവും എന്ത് ചെയ്യണ ഒരു കൂട്ടിയിണക്കലാണ് ഹൗസ് ഹോൾഡ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാല്. പിന്നെ പറഞ്ഞത് ലാക്ക് ഓഫ് ഫിനാൻഷ്യൽ ലിറ്ററസി, അതിന്റെ പിറ്റ്ഫോൾസ്, ദോഷഫലങ്ങൾ. ഫിനാൻഷ്യൽ ലിറ്ററസി ഇല്ലെങ്കിൽ എന്തൊക്കെ ദോഷങ്ങളാണ് ഉള്ളതെന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ ഇല്ലിറ്ററേറ്റ് ആണെങ്കിൽ കൂടുതൽ കടബാധ്യത വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ പുവർ ക്രെഡിറ്റ് വരെയും ബാങ്ക്രപ്സി വരെയും ഹൗസിംഗ് ഫോർക്ലോഷർ or other negative consequence, പല ദോഷഫലങ്ങളും വരേണ്ട. ഇപ്പൊ ബാങ്ക്രപ്സി എന്ന് പറഞ്ഞാല് ബാങ്ക് എന്ത് ചെയ്യും, ജപ്തി ചെയ്ത് പോവും. അതുപോലെ തന്നെ നമുക്ക് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ, പുവർ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ബാങ്കുകളൊന്നും നമുക്ക് ലോൺ തരാൻ തയ്യാറാവില്ല. അതുപോലെ തന്നെ ഗെറ്റ് ഡെപ്റ്റ് ബർഡൻസ് എന്ന് പറഞ്ഞാല് കൂടുതൽ കടബാധ്യത വരും. ഇതൊക്കെയാണ് അതിന്റെ പിറ്റ്ഫോൾസ്. ഫിനാൻഷ്യലി ലിറ്ററസി അത് ഇല്ലെങ്കിൽ, അതായത് ഫിനാൻഷ്യലി ഇല്ലിറ്ററേറ്റ് ആണെങ്കിൽ വരുന്ന ദോഷഫലങ്ങളാണ് അവിടെ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ കീ കമ്പോണൻസ് ഓഫ് ഫിനാൻഷ്യൽ ലിറ്ററസി ആണ് അടുത്ത് പറഞ്ഞത്. അടുത്ത് പറഞ്ഞിട്ടില്ല അല്ലെ, കീ കമ്പോണൻസ് തുടങ്ങാൻ പോണുള്ളൂ. എന്താണ് ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ കമ്പോണൻസ്? ഇത്രയും ഭാഗം എടുത്തതില് സംശയമൊന്നും തോന്നണില്ലല്ലോ? ബേസിക് ആയിട്ടുള്ള കാര്യങ്ങള് ക്ലിയർ അല്ല എല്ലാവർക്കും? ലിറ്ററസി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മള് സാധാരണ സാക്ഷരരാവുക. എന്തിലാണ്? ഫിനാൻഷ്യൽ മാറ്റേഴ്സ്. ഫിനാൻഷ്യൽ മാറ്റേഴ്സ് എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മളൊരു കമ്പനീനെ സംബന്ധിക്കുകയാണെങ്കിൽ ഫണ്ട് റേസ് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക, അവിടെ ഫിനാൻഷ്യൽ മാനേജർ ഉണ്ടാവും. പക്ഷെ ഒരു ഇൻഡിവിജ്വലിന്റെ കേസിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അയാൾക്ക് അതിനെ കുറിച്ചുള്ള നോളേജ് ഉണ്ടാവണമെന്നില്ല. അപ്പൊ ഫിനാൻഷ്യലി ലിറ്ററസി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ തരത്തിലുള്ള ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഫണ്ട് ബോറോ ചെയ്യാനുള്ള എത്രയോ മാർഗങ്ങളുണ്ട്. ഇതിനെ കുറിച്ചുള്ള ഒരു നോളേജ് അയാൾക്ക് പകർന്നു കൊടുക്കുക. അതാണ് ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് നമ്മൾ പറയണത്. അപ്പോ ഒരു ഇൻഡിവിജ്വലിനെ, അതായത് നമ്മള് ഇപ്പോ നേരത്തെ പറഞ്ഞു പല രാജ്യങ്ങളിലും ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇന്ത്യയിൽ എന്താണ് ഇപ്പൊ വളർന്ന് ഇമ്പോർട്ടൻസ് ഇപ്പോഴാണ് വന്നത്. എല്ലാ രാജ്യങ്ങളുടെ ഒപ്പം ഇന്ത്യയും എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ത്യയും ഒപ്പത്തിനെത്താൻ വേണ്ടിയാണ് ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഇത്രയും ഭാഗം ക്ലിയർ അല്ലേ?
ഒരു മിനിറ്റ് കേട്ടോ. നെക്സ്റ്റ് കീ കോമ്പോണൻസ് ഓഫ് ഫിനാൻഷ്യൽ ലിറ്ററസി. കേൾക്കുന്നുണ്ട് ഇപ്പോ? കീ കോമ്പോണൻസ് ഓഫ് ഫിനാൻഷ്യൽ ലിറ്ററസി. ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ കോമ്പോണൻസ് എന്തൊക്കെയാണെന്നാണ് നെക്സ്റ്റ് പറയണത്. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയേണ്ടത് അണ്ടർസ്റ്റാൻഡിങ് ദ കീ കോമ്പോണൻസ് ഓഫ് ഫിനാൻഷ്യൽ ലിറ്ററസി വിൽ ഹെൽപ് ടു ആൻസർ സം കോമൺ ക്വസ്റ്റ്യൻസ്. അതായത് ഫിനാൻഷ്യൽ ലിറ്ററസി ഉണ്ടെങ്കിൽ എന്തൊക്കെ നമുക്ക് കുറെ ആൻസർ കിട്ടും, കുറെ ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ കിട്ടും എന്നാണ് പറയുന്നത്. വൈ സേവ്, ഇൻവെസ്റ്റ് ആൻഡ് ഇൻഷുർ. എന്തിനാണ് നമ്മൾ സേവിങ്സ് നടത്തുന്നത്, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്, അതുപോലെ തന്നെ ഇൻഷുർ ചെയ്യണത്, ഇൻഷുറൻസ് എടുക്കണത്. അതൊക്കെ ഫിനാൻഷ്യലി ലിറ്ററസി ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനൊക്കെ ആൻസർ കിട്ടും. അതായത് എന്തിനാണ് സേവിങ്സ്, അതുപോലെ തന്നെ എന്തിനാണ് ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ തന്നെ എന്തിനു വേണ്ടിയാണ് ഇൻഷുറൻസ് എടുക്കുന്നത്. Why will you need a regular stream of income post working life pension? ഇപ്പൊ റിട്ടയർമെന്റ് ലൈഫിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും, പരസ്യങ്ങളിലൊക്കെ എപ്പോഴും കാണിക്കുന്നതാണ് പോസ്റ്റ് വർക്കിംഗ് ലൈഫ് പെൻഷൻ. അതായത് നമ്മൾ റിട്ടയർ ചെയ്ത ജീവിതത്തിൽ റെഗുലർ ഇൻകം അല്ല, നമ്മളിപ്പോ എല്ലാവർക്കും ഗവൺമെന്റ് ജോലി ഉണ്ടാവണമെന്നില്ല. ഗവൺമെന്റ് ജോലി ഉണ്ടെങ്കിൽ നമുക്ക് പെൻഷൻ കിട്ടും. പക്ഷെ പ്രൈവറ്റ് മേഖലയിലൊക്കെയാണ് നമ്മൾ വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് നമുക്കുണ്ട്. ഇപ്പൊ പെൻഷൻ ആയിട്ട് നമുക്ക് കിട്ടാവുന്ന ഒരുപാട് സ്ട്രീം ഓഫ് ഫിനാൻസ് ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ട്. അപ്പൊ അതൊക്കെ അറിയാം. അതുപോലെ തന്നെ വൈ സേവ് ഓർ ഇൻവെസ്റ്റ് റെഗുലർലി ആൻഡ് കൺസിസ്റ്റന്റ്ലി. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ റെഗുലർ ആയിട്ട് പണം സേവ് ചെയ്യണത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണത്. ഇതൊക്കെ എന്താണ് ഓരോരുത്തരുടെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതിന്റെ ഇമ്പോർട്ടൻസ് അവരെ അറിയിക്കാനാണ് ഇവിടെ ഫിനാൻഷ്യൽ ലിറ്ററസി എന്നുള്ളൊരു ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. വൈ ഇൻഷുർ ഫുള്ളി. എന്തിനാണ് നമ്മൾ മൊത്തത്തിൽ ഇൻഷുറൻസ് എടുക്കണത്. വൈ സേവ് വിത്ത് ബാങ്ക്സ്. എന്തിനാണ് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണത്. വൈ ബോറോ വിത്തിൻ ലിമിറ്റ്സ്. നമ്മുടെ പരിധിക്ക് അനുസരിച്ച് ബോറോ ചെയ്യണത് എന്തുകൊണ്ടാണ്. വൈ ബോറോ ഫ്രം ബാങ്ക്സ്. എന്തുകൊണ്ടാണ് ബാങ്കിൽ നിന്ന് ബോറോ ചെയ്യണത്, ലോണൊക്കെ ബാങ്കിൽ നിന്നാണ് എടുക്കുന്നത്, എന്തുകൊണ്ടാണ്. അതുമാതിരി തന്നെ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്. അപ്പൊ ഈ ആൻസർ ഒക്കെ നമുക്ക് എന്തുണ്ടാവും, ഫിനാൻഷ്യലി ലിറ്ററേറ്റ് ആണെങ്കിൽ നമുക്ക് ഇതിന്റെ ഒക്കെ ആൻസർ കിട്ടും. അപ്പൊ അതാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാല്. ഇനി നമ്മുടെ ടോപ്പിക് ഇതാണ്, കീ കോമ്പോണൻസ് ഓഫ് ഫിനാൻഷ്യൽ ലിറ്ററസി. എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ കോമ്പോണൻസ്. അപ്പൊ പറയണതുണ്ട് ഏണിങ്സ്, സ്പെൻഡിങ്, ഇൻവെസ്റ്റിംഗ്, ബോറോയിങ് ആൻഡ് പ്രൊട്ടക്ടിങ്. ഇമ്പോർട്ടന്റ് ആണ് ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ കോമ്പോണൻസ് എന്ന് പറഞ്ഞാല്. ഫസ്റ്റ് പറയണത് ഏണിങ്സ്, അതായത് അണ്ടർസ്റ്റാൻഡ് യുവർ ഏണിങ്സ്. അതാണ് ഏണിങ്സ് എന്ന് പറഞ്ഞാല്. അതായത് നമുക്ക് എത്രത്തോളം ഏണിങ്സ് ഉണ്ടെന്ന്. അപ്പൊ ഫിനാൻഷ്യൽ ലിറ്റററി ആണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് നോളജ് ഉണ്ടായിരിക്കണം. നമ്മുടെ ഏണിങ്സ് എന്താണെന്ന് നമ്മൾ ആദ്യം അറിയണം. അതാണ് ഫസ്റ്റ് കീ കോമ്പോണന്റ് ആയിട്ട് പറയുന്നത്, അണ്ടർസ്റ്റാൻഡ് യുവർ ഏണിങ്സ്. നെക്സ്റ്റ് രണ്ടാമത് പറയുന്നത് എന്താണ്, സ്പെൻഡിങ്. സ്പെൻഡിങ് എന്ന് പറഞ്ഞാല് സ്പെൻഡിങ് വിത്ത് റെസ്പെക്ട് ടു ദ ബഡ്ജറ്റ്. അപ്പൊ നമ്മൾ ഏണിങ്സ് അറിഞ്ഞു, പിന്നെ സ്പെൻഡിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതാണ് രണ്ടാമത്തെ കോമ്പോണന്റ് എന്ന് പറഞ്ഞാല്. സ്പെൻഡിങ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം, വിത്ത് റെസ്പെക്ട് ടു ദ ബഡ്ജറ്റ്. നമ്മൾ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കും, അതിനനുസരിച്ച് വേണം നമ്മൾ സ്പെൻഡിങ് നടത്താൻ. മൂന്നാമത്തെ കീ കോമ്പോണന്റ് എന്താണ്, ഇൻവെസ്റ്റിംഗ്. അതായത് സേവിങ്സ് ടു അറ്റൻഡ് ദ ഫിനാൻഷ്യൽ ഗോൾസ്. നമ്മൾ എന്തിനാ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള സേവിങ്സ് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കണം, നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾസ്. നമുക്ക് ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടാവും. അതായത് നമുക്കിപ്പോ ഒരു എക്സാമ്പിൾ പറയാം, ഒരു കാർ മേടിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, മുൻപേ തന്നെ പണം കൂട്ടി വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഫിനാൻഷ്യൽ ഗോള് ബുദ്ധിമുട്ടില്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, അച്ചീവ് ചെയ്യാൻ പറ്റും. അതിനാണ് സേവിങ്സ് ടു അറ്റൻഡ് ഫിനാൻഷ്യൽ ഗോൾസ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതുമാതിരി തന്നെ ബോറോയിങ് ഉണ്ട്, ബോറോ ഫണ്ട്സ് വെൻ റിക്വയർഡ്. ഇപ്പൊ എല്ലാവർക്കും സേവിങ്സ് ഉണ്ടാവണമെന്നില്ല. സേവിങ്സ് ഫുള്ള് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ആവശ്യങ്ങള്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ബോറോ ചെയ്യും. ഇപ്പൊ ഒരു വീട് പണിയണം,
അപ്പൊ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് തികയണമെന്നില്ല ഒരു വീട് പണിയാൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ബാങ്കുകൾ അല്ലെങ്കിൽ മറ്റു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സമീപിച്ച് ബോറോ ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് അടുത്ത കോമ്പോണന്റ് എന്ന് പറഞ്ഞാല് ബോറോയിങ് എന്ന് പറഞ്ഞാല് ബോറോ ഫണ്ട്സ് വെൻ റിക്വയർഡ്. അതുമാതിരി തന്നെ നെക്സ്റ്റ് പറയുന്നത് പ്രൊട്ടക്ടിങ് ആണ് പറയണത്. അതായത് നമ്മുടെ പണത്തിന് ഒരു സെക്യൂരിറ്റി, പ്രൊട്ടക്ട് ദ മണി. ഇതൊക്കെയാണ് ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണമാണ് കമ്പോണൻസ് പറയണത്. അപ്പൊ ഇത് പഠിക്കണം, കീ കമ്പോണൻസ് ഓഫ് ഫിനാൻഷ്യൽ ലിറ്ററസി. ഒന്നാമത്തത് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് യുവർ ഏർണിങ്സ്. അപ്പൊ ഓരോരുത്തരും ഫിനാൻഷ്യലി ലിറ്ററേറ്റ് ആണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ആദ്യം അയാളുടെ ഏർണിങ്സ് എന്താണെന്ന് അറിയണം, വരവ് എന്താണെന്ന് അറിയണം. Before spending, it is very important that everyone should have a clear knowledge about their earning capacity. ഇതെല്ലാവരെ സംബന്ധിച്ചിടത്തോളം, ഓരോ ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മൾ എന്ത് സ്പെൻഡ് ചെയ്യണേക്കാളും മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഏർണിംഗ് കപ്പാസിറ്റി, നമുക്ക് എത്രത്തോളം വരുമാനം ഉണ്ട് അതറിഞ്ഞിട്ട് വേണം നമ്മൾ ചെലവ് ചെയ്യാൻ. ഇല്ലെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണത്? നമ്മുടെ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പറ്റാത്തത്. അപ്പൊ അതാണ് ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ ഒരു ഇമ്പോർട്ടൻസ്. സ്പെൻഡിങ് നമ്മൾ എപ്പോഴും തീരുമാനിക്കുന്നത് എങ്ങനെയാ? നമ്മുടെ ഏർണിംഗ് കപ്പാസിറ്റി നോക്കിയിട്ടാണ് സ്പെൻഡിങ് നോക്കണത്. The clear understanding of earning capacity and continuity of earnings of the individuals are necessary to build their savings and future investment. അപ്പോൾ നമ്മൾ എപ്പോഴും ഏർണിങ്സ് അറിഞ്ഞുകൊണ്ട് സ്പെൻഡിങ് തീരുമാനിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് സേവിങ്സ് ഉണ്ടാക്കാനും അതുമാതിരി ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാക്കാനും പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ലൈഫില് നമ്മൾ ഇത്രത്തോളം ഏർണിങ്സ്, ഇപ്പൊ നമ്മൾ ഓരോ മാസം സാലറി കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ കൂട്ടി കൂട്ടി നോക്കും. ഇപ്പൊ ഞാനൊരു 10 വർഷം ജോലി ചെയ്തു, അപ്പൊ ഇത്ര കണക്ക് കൂട്ടി നോക്കിയപ്പോ ഓരോ മാസം ഇത്ര വെച്ച് 10 വർഷം കൂട്ടിയപ്പോ ഒരു 60 ലക്ഷം രൂപ ഞാൻ ഏർണിങ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ എന്റെ കയ്യിൽ ചിലപ്പോൾ സേവിങ്സ് ഒന്നും ഉണ്ടായിരിക്കില്ല. അതെന്താണ്? അയാൾ ഫിനാൻഷ്യലി ഇല്ലിറ്ററേറ്റ് ആയതുകൊണ്ട് പറ്റിയ കാര്യമാണ്. അയാൾ അത്രയും രൂപ സമ്പാദിച്ചപ്പോൾ എന്ത് ചെയ്യണമായിരുന്നു? അയാൾ അതിൽ നിന്ന് സേവിങ്സ് ചെയ്യണമായിരുന്നു. സേവിങ്സ് പറഞ്ഞാൽ എന്താണ്? അയാളുടെ ഇൻകത്തിൽ നിന്ന് ഒരു ഭാഗം എന്ത് ചെയ്യണം? മാറ്റി വെക്കണമായിരുന്നു. അതിൽ നിന്ന് ആ സേവിങ്സ് എന്ത് ചെയ്യണം? ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അയാൾക്ക് അത്രയും വർഷം കഴിയുമ്പോൾ ആ ഒരു ഫണ്ട് അയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നേന്. അപ്പൊ അത് അയാളുടെ ഏർണിങ്സ് അയാള് മനസ്സിലാക്കാതെ സ്പെൻഡിങ് നടത്തിയത് കൊണ്ടുള്ളൊരു ദോഷമാണ്. അപ്പൊ ഫിനാൻഷ്യലി ഇല്ലിറ്ററേറ്റ് ആയതുകൊണ്ടാണ് അയാൾ ഏർണിങ്സ് എത്രയാണെന്ന് നോക്കാതെ ചെലവ് ചെയ്തത്. പിന്നെ പറയണത് ദ ബഡ്ജറ്റ് ഫോർ സ്പെൻഡിങ് ആൻഡ് സേവിങ് വിൽ ബി ഡിപ്പെൻഡ് അപ്പോൺ ദ ഏർണിങ്സ് ജനറേറ്റഡ് ബൈ ദ ഇൻഡിവിജ്വൽ. അപ്പൊ നമ്മള് ബഡ്ജറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കണത്? ഏർണിങ്സ്, നമ്മൾ എത്രത്തോളം വരുമാനം ഉണ്ടാക്കണമെന്ന് അനുസരിച്ചിട്ടാണ് നമ്മൾ സ്പെൻഡിങ് തീരുമാനിക്കുന്നത്. ഓരോ ഇൻഡിവിജ്വൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഓരോ വീട്ടിലുള്ള കാര്യങ്ങളാണെങ്കിൽ, ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം സാലറി കിട്ടുമ്പോൾ ഞാൻ എന്താ നോക്കാം? വീട്ടിലെ ചെലവുകൾ എക്സാമ്പിൾ ആണ് പറയണത്. അതായത് അപ്പൊ നമുക്ക് ഫിക്സഡ് ആയിട്ട് എന്തായാലും കൊടുക്കേണ്ടതായിട്ടുള്ള കുറച്ച് ചെലവുകൾ ഉണ്ട്. അപ്പൊ വീട്ടിലാണെങ്കിൽ എന്തൊക്കെ പറയാം? കറണ്ട് ബില്ല് പറയാം, ഗ്യാസ്, ഇതൊക്കെ എന്താണ്? സ്ഥിരമായിട്ട് ഫിക്സഡ് ആയിട്ട് വരുന്ന ചെലവാണ്. അപ്പൊ നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാം? ഒരു ഫിക്സഡ് ആയിട്ട് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചെലവുകള് മാറ്റിവെക്കുക, അതിനുള്ള പണം മാറ്റിവെക്കുക. അതുപോലെ തന്നെ കുറെ സ്കൂൾ കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ സ്കൂൾ ഫീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റിവെക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം? അടിച്ചു പൊളിക്കാൻ പോകരുത്. അതിൽ നിന്ന് ഒരു റെഗുലർ ആയിട്ടൊരു ഇൻകം മാറ്റിവെക്കുക. അതിനുശേഷം ബാക്കിയുള്ളത് നമുക്ക് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി, പ്ലഷറിന് വേണ്ടി മാറ്റിവെക്കുക. അപ്പൊ അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് ബഡ്ജറ്റ് ഉണ്ടാക്കിയാലേ നമുക്ക് സേവിങ്സും ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവുള്ളൂ. ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ ലിറ്ററസിയിൽ പറയുന്ന ഓരോ കമ്പോണൻസ്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ഇൻഡിവിജ്വൽസും അവരുടെ ഏർണിങ്സ് മനസ്സിലാക്കിയിട്ട് വേണം എപ്പോഴും സ്പെൻഡിങ് തീരുമാനിക്കാം. നെക്സ്റ്റ് സ്പെൻഡിങ് വിത്ത് റെസ്പെക്ട് ടു ദ ബഡ്ജറ്റ്. പിന്നെ നമ്മൾ സ്പെൻഡിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് വേണം. രണ്ടാമത്തെ കോമ്പോണന്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പെൻഡിങ്. അപ്പൊ ഏർണിങ്സ് അറിഞ്ഞു, രണ്ടാമത്തെയാണ് സ്പെൻഡിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് എ പ്രോപ്പർ ബഡ്ജറ്റ് ഫോർ സ്പെൻഡിങ്. അപ്പൊ നമുക്ക് എന്ത് വേണം? ഒരു ബഡ്ജറ്റ്, കൃത്യമായിട്ടുള്ള ഒരു ബഡ്ജറ്റ് വേണം സ്പെൻഡിങ്ങിന്. ഗുഡ് ബഡ്ജറ്റ് വിൽ ഹെൽപ് ടു അവോയ്ഡ് അൺവാണ്ടഡ് സ്പെൻഡിങ്. നമുക്കറിയാം ഇപ്പൊ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്തെന്നാ? നമ്മുടെ വരവനുസരിച്ച് ചെലവുകൾക്ക് എത്ര പണം മാറ്റി വെക്കണം നമ്മൾ തീരുമാനിക്കണം. അപ്പൊ ഓരോ മാസം നമ്മൾ ഇപ്പൊ പറഞ്ഞില്ലേ, കറണ്ട് ബില്ലിന് ഇത്ര മാറ്റി വെക്കും,
അതുപോലെ തന്നെ ഗ്യാസ്, പിന്നെന്താ ഹൗസ് റെന്റ് ആണെങ്കിൽ റെന്റിലുള്ള വീടാണെങ്കിൽ ഹൗസ് റെന്റ് മാറ്റി വെക്കും. അങ്ങനെ ഓരോ കാര്യങ്ങൾ അവിടെ എന്താണ് കൃത്യമായിട്ട് മാറ്റി വെക്കുമ്പോഴാണ് നല്ലൊരു ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഗുഡ് ബഡ്ജറ്റ് വിൽ ഹെൽപ് ടു അവോയ്ഡ് അൺവാണ്ടഡ് സ്പെൻഡിങ്. നമുക്ക് ആവശ്യമില്ലാത്ത ചെലവുകളൊക്കെ കുറയ്ക്കാൻ ഒരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. A personal budget is a plan for structuring how you want to spend money and is the most useful tool for achieving financial goals. അപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പേഴ്സണൽ ബഡ്ജറ്റ് തയ്യാറാക്കുക. അപ്പൊ നമ്മൾക്ക് എത്ര കുറഞ്ഞ ഇൻകം ആയിക്കോട്ടെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഒരു ബഡ്ജറ്റ് തയ്യാറാക്കണം. ഇപ്പൊ മാസം ഒരു 5000 രൂപയാണെങ്കിലും നമ്മൾ അതിനനുസരിച്ചായിരിക്കണം നമ്മൾ സ്പെൻഡിങ് ഫിക്സ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ആ മാസം 5000 രൂപ വരുമാനം ഉണ്ടെങ്കിൽ ഒരു 10% സേവിങ്സ് ആക്കി മാറ്റി വെക്കുക. അതായത് ഒരു 500 രൂപ, ബാക്കി 4500 രൂപ നമുക്ക് എന്ത് ചെയ്യാം? ചെലവിനായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ചെറിയ എമൗണ്ട് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? റെഗുലർ ആയിട്ട് ഒരു സേവിങ്സ് ഉണ്ടാക്കാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പലപ്പോഴും ടി വിയിലൊക്കെ പരസ്യം കാണിക്കും, മ്യൂച്വൽ ഫണ്ട്സിന്റെ ഒക്കെ പരസ്യം കാണിക്കുന്നുണ്ട്. ഓരോ കോയിൻസ് അടക്കി വെച്ച് എന്താണ് ഒരു വലിയ മരമാക്കി മാറുന്നത്. മ്യൂച്വൽ ഫണ്ട്സിന്റെ ഒരു പരസ്യമാണത്. അതെന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ റെഗുലർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണേ? മാറ്റി വെക്കണം, സേവിങ്സ് ഉണ്ടാക്കണം. അപ്പൊ അങ്ങനെ സേവിങ്സ് മാറ്റി വെക്കാൻ പറ്റണ എങ്ങനെയാ? നമ്മൾ കൃത്യമായിട്ടൊരു ബഡ്ജറ്റ് ഉണ്ടാക്കിയിട്ട് സ്പെൻഡിങ് ഫിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് സേവിങ്സ് ഉണ്ടാക്കാൻ പറ്റണത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? വലിയ മരമായി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫണ്ട് കൂടി വലിയൊരു ഫണ്ട് ആവുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഇപ്പൊ ഒരു കാർ മേടിക്കണം അല്ലെങ്കിൽ TV മേടിക്കണം, നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾ എന്താണോ അത് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇതാണ് രണ്ടാമത്തെ കീ കോമ്പോണന്റ് എന്ന് പറഞ്ഞാല് ഏർണിങ്സ് കഴിഞ്ഞ് സ്പെൻഡിങ്. നെക്സ്റ്റ് കീ കോമ്പോണന്റ് എന്ന് പറഞ്ഞാല് ഇൻവെസ്റ്റിംഗ്. അപ്പൊ ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ കോമ്പോണൻസ് ആണ് പറയുന്നത്. ഒന്നാമത്തത് ഏർണിങ്സ്, രണ്ടാമത്തത് എന്തായിരുന്നു? സ്പെൻഡിങ്, മൂന്നാമത്തതാണ് നമ്മൾ ഇൻവെസ്റ്റിംഗ് പറയുന്നത്. ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ സേവിങ്സ് നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഉണ്ടാവണം. എന്തിലെങ്കിലും ഫണ്ട് മാറ്റി വെക്കുമ്പോഴാണ്, അതായത് അതിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമ്പോഴാണ് അതിന് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കാം, സേവിങ്സ് ടു അറ്റൻഡ് ദ ഫിനാൻഷ്യൽ ഗോൾസ്. അപ്പൊ സേവിങ്സ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കണം? നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾസ് അച്ചീവ് ചെയ്യാം. അപ്പൊ ഒരു വീട് വാങ്ങാൻ ഉപയോഗിച്ചു, അതെന്താണ്? ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഒരു ലാൻഡ് വാങ്ങാൻ ഉപയോഗിച്ചു, നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾ ആണ്. ലാൻഡ് വാങ്ങണം, അതെന്താണ്? ഇൻവെസ്റ്റ്മെന്റ് ആണ്. അല്ലെങ്കിൽ ഇപ്പൊ സ്ത്രീകളാണെങ്കിൽ നമുക്ക് തോന്നും ഗോൾഡ് വാങ്ങണം എന്നാ തോന്നും എപ്പോഴും, അതെന്താണ്? ഫിനാൻഷ്യൽ ഗോൾ ആണ്. അത് സേവിങ്സ് ഫിനാൻഷ്യൽ ഗോൾസ് എന്ന് പറയുമ്പോൾ എന്തായി? അത് ഇൻവെസ്റ്റ്മെന്റ് ആണ് അടുത്ത കോമ്പോണന്റ് എന്ന് പറയുമ്പോൾ. An individual should have proper financial goals while they plan their savings. അപ്പൊ ഒരു ഇൻഡിവിജ്വൽ എന്തുണ്ടായിരിക്കണം? കൃത്യമായിട്ടുള്ള ഫിനാൻഷ്യൽ ഗോൾസ്. അപ്പൊ എന്റെ മനസ്സിൽ ഒരു 10 പവൻ സ്വർണം മേടിച്ചു വെക്കണം, 10 കൊല്ലം കൊണ്ട് ഒരു 10 പവൻ സ്വർണം മേടിക്കണം. ഞാനൊരു ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എന്റെ ഫിനാൻഷ്യൽ ഗോൾ അതായിരുന്നു. അപ്പൊ ഞാൻ അതിനനുസരിച്ച് എന്ത് ചെയ്യും? എന്റെ സേവിങ്സ് പ്ലാൻ ചെയ്യും. അപ്പൊ ഞാൻ ഓരോ ഗോൾഡിന് എത്ര വില, അതനുസരിച്ച് എത്ര മാസത്തിൽ എത്ര മാറ്റി വെക്കണം, അങ്ങനെ ഓരോ പ്ലാൻ തയ്യാറാക്കണം. ഫിനാൻഷ്യൽ ഗോൾസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽസ് ആർ ഡിപ്പെൻഡിങ് അപ്പോൺ ദ റിക്വയർമെന്റ് ഓഫ് സേവിങ്സ് ഫോർ എമർജൻസി ഫണ്ട്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഗോൾസ് എന്ന് പറഞ്ഞാല് മറ്റു കാര്യങ്ങൾ നോക്കണം. അപ്പൊ ഞാൻ ഗോൾഡിന് വേണ്ടി പണം മാറ്റി വെക്കണമെന്ന് പറഞ്ഞു, പക്ഷെ എന്ത് ചെയ്യണം? എനിക്ക് അതുപോലെ തന്നെ എമർജൻസി ഫണ്ട്, എന്തെങ്കിലും പെട്ടെന്നൊരു ആവശ്യം വരും, അതായത് വല്ല ഹോസ്പിറ്റൽ കേസോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം വരാം. അപ്പൊ അങ്ങനെ ഫണ്ട് എനിക്ക് മാറ്റി വെക്കേണ്ടതായിട്ടും വരും. അപ്പൊ അങ്ങനെ എന്റെ കയ്യിൽ കുറച്ച് പണം ഞാൻ മാറ്റി വെക്കണം. അതുമാതിരി തന്നെ സേവിങ്സ് ഫോർ ബിഗ് പർച്ചേസ്, വലിയ പർച്ചേസ് ഒക്കെ നടത്താനും എന്തിന്റെ കയ്യിൽ വേണം? സേവിങ്സ് ആണ്. ഇപ്പൊ ഓണൊക്കെ വരുമ്പോ നമുക്ക് എന്താണ്? ചെലവുള്ള സമയമായിരിക്കും. അതായത് നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ പേരൻസിനും മക്കൾക്കും ഒക്കെ എന്ത് ചെയ്യണം? വലിയ പർച്ചേസ് ഒക്കെ നടത്തണം. അപ്പൊ അതിനെന്ത് ചെയ്യണം? സേവിങ്സ് വേണം. നെക്സ്റ്റ് അതുപോലെ തന്നെ പേയിങ് പേഴ്സണൽ ഡെബ്റ്റ്സ് ആസ് വെൽ ആസ് പ്ലാനിങ് ഫോർ റിട്ടയർമെന്റ്. അതുമാതിരി തന്നെ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് കടങ്ങൾ ഉണ്ടാകും, പേഴ്സണൽ ഡെബ്റ്റ്സ്. അതായത് നമ്മൾ ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുത്തിട്ടുണ്ട്, അപ്പൊ വീട് പണിയാനോ ലോണൊക്കെ എടുത്തിട്ടുണ്ടാവും, അതിനൊക്കെ അടയ്ക്കണം. അതുപോലെ തന്നെ നമ്മുടെ റിട്ടയർമെന്റിൽ നമ്മൾ എങ്ങനെ നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ അതിനും പ്ലാൻ ചെയ്യണം. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് ആണ് പറയണത്. സേവിങ്സ് ടു അറ്റൻഡ് ഫിനാൻഷ്യൽ ഗോൾസ് ആണ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത മൂന്നാമത്തെ കോമ്പോണന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അടുത്ത കോമ്പോണന്റ് എന്ന് പറയുന്നത്
അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞ ഏണിങ്സ്, അതായത് നമ്മുടെ വരവറിയുക. സ്പെൻഡിങ്, നമ്മൾ ഏണിങ്സ് അനുസരിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, സ്പെൻഡിങ് ഫിക്സ് ചെയ്യണത്. ബഡ്ജറ്റിംഗ് ഒക്കെ യൂസ് ചെയ്യാം, പേഴ്സണൽ ബഡ്ജറ്റ് യൂസ് ചെയ്യാം. ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾസ് അത് നോക്കിക്കൊണ്ടാണ് സേവിങ്സിനെ ഇൻവെസ്റ്റ്മെന്റ് ആക്കി മാറ്റുന്നത്. നെക്സ്റ്റ് പറയുന്ന കോമ്പണന്റ് എന്ന് പറഞ്ഞാല് ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ കോമ്പണന്റ്സ് പറഞ്ഞാല് ബോറോയിങ് ആണ്. ബോറോ ഫണ്ട്സ് വെൻ റിക്വയർഡ്. ഇപ്പൊ പല സ്റ്റഡീസും നടക്കുന്നുണ്ട്, ഫണ്ട് ബോറോ ചെയ്യണത് നല്ലതാണോ ദോഷാണോ എന്നൊക്കെ പറയണത്. അപ്പൊ പല സ്റ്റഡീസിലും പറയണത് നമ്മൾ ബോറോ ചെയ്യണേക്കാളും നല്ലത് നമ്മൾ ആദ്യമേ തന്നെ പ്ലാൻ ചെയ്ത് അത് സേവിങ്സ് ഉണ്ടാക്കി വെക്കാന്നാണ് നല്ലത്. ഏറ്റവും നല്ല പ്ലാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പക്ഷെ അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതൊക്കെ പല സ്റ്റഡീസിൽ വന്ന കാര്യങ്ങളാണ് കേട്ടോ. ഫണ്ട് ബോറോ ചെയ്യുമ്പോൾ എന്തുണ്ടാവും, നമ്മൾ പലിശ കൊടുക്കും. അതായത് ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോ ഒരു കാറ് മേടിക്കണം. കാറ് മേടിക്കണമെന്ന് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമേ മുൻകൂട്ടി നമുക്ക് അതൊരു പ്ലാൻ ആയിട്ട് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കാറ് വാങ്ങാനുള്ള പണം നമ്മൾ മാസം മാസം ഇപ്പൊ നമ്മളൊരു സാധാരണക്കാരനെന്ന നിലയ്ക്ക് നമുക്ക് എന്ത് ചെയ്യും, ഒരു ചിട്ടി കൂടാം. ചിട്ടി എന്ന് പറഞ്ഞാൽ എന്തെന്നാ, നമ്മുടെ സേവിങ്സ് ആണ്. അല്ലെങ്കിൽ ബാങ്കിൽ റിക്കറിംഗ് ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ ഒരു സേവിങ്സ് ഡെപ്പോസിറ്റോ പോസ്റ്റ് ഓഫീസിലോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അതായത് നമുക്ക് മാസം കൃത്യമായിട്ട് ഓരോ തുക എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ്മെന്റ് നടത്തുക, സേവിങ്സ് ആയിട്ട് വെക്കുക. അങ്ങനെ ആ ഫണ്ട് കൂടി കൂടി ഇപ്പൊ ചിട്ടിയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, ഒരു 40 മന്ത്സ് അതൊക്കെ കഴിയുമ്പോൾ എന്താ, ചിട്ടി വട്ടെത്തുമ്പോ നമുക്ക് എന്താ, ഇപ്പൊ 5 ലക്ഷം രൂപയുടെ ചിട്ടി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അത് വട്ടെത്തുമ്പോ ആ ചിട്ടിയുടെ പൈസ കിട്ടും. അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കാർ മേടിക്കണമെന്ന് വെച്ചാല് നമുക്ക് ആദ്യത്തെ ഫണ്ട് എന്ന് പറഞ്ഞാല് ആ ചിട്ടി നമ്മൾ മുൻകൂട്ടി ബാക്കി EMI അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അല്ലാതെ അങ്ങനെ നമ്മൾ മുൻകൂട്ടി കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, കാറ് ലോണിൽ മേടിക്കേണ്ടതായിട്ട് വരും. നമ്മൾ കാറ് ലോണിൽ മേടിക്കേണ്ടതായിട്ട് വരുമ്പോൾ എന്ത് പറ്റും, നമ്മൾ ഇനി അതിനും കൂടെ 5 ലക്ഷം ബോറോ ചെയ്താലും നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, 5 ലക്ഷത്തിൽ കൂടുതൽ പലിശ കൊടുക്കേണ്ടതായി വരും. അപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു 10% പലിശ എന്ന് പറയുമ്പോൾ 5 ലക്ഷം പ്ലസ് 10% എന്ന് പറയുമ്പോൾ എന്താണ്, 5,50,000 രൂപ നമ്മൾ ചെലവാക്കേണ്ടതായിട്ട് വരും. മറിച്ച് നമ്മൾ ചിട്ടിയാണ് കൂടിയെന്ന് വെച്ചാലോ, നമ്മൾ ഓരോ മാസം ഇപ്പൊ അവര് ചിട്ടിയുടെ ഒക്കെ റൂൾസ് അറിയാലോ, കൃത്യമായിട്ട് അടച്ചാൽ അവര് നമുക്ക് എന്ത് ചെയ്യും, അതിനൊരു വിഹിതം നമുക്ക് ലാഭവിഹിതം തരും. അപ്പൊ നമ്മൾ 5 ലക്ഷം രൂപയുടെ ചിട്ടിയാണെങ്കിലും അല്ലെങ്കിൽ 5 ലക്ഷം രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിലും അത് കിട്ടുമ്പോ നമുക്ക് എന്താ, ബാങ്കിൽ ഡെപ്പോസിറ്റ് ആണെങ്കിൽ 5 ലക്ഷം ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ പലിശയും കൂടെ കിട്ടും, കൂടുതൽ എമൗണ്ട് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ചിട്ടിയാണെങ്കിലോ നമ്മൾ 5 ലക്ഷം രൂപ മുഴുവൻ അടയ്ക്കേണ്ടതായിട്ട് വരില്ല, നമുക്കൊരു ലാഭവിഹിതം കിട്ടും. അപ്പൊ അതെന്ന് പറഞ്ഞാല് 4,70,75,000 രൂപ അടയ്ക്കേണ്ടതായിട്ടേ വന്നുള്ളൂ, എനിക്ക് 5 ലക്ഷം രൂപ കിട്ടി. അങ്ങനെയാണ് നമ്മുടെ സേവിങ്സിന്റെ കാര്യം, നമുക്ക് ഇങ്ങോട്ട് ഇൻട്രസ്റ്റ് കിട്ടും. പക്ഷെ ബോറോ ഫണ്ട് ചെയ്യുമ്പോഴോ നമ്മൾ 5 ലക്ഷം കൊടുക്കേണ്ടതിന് കൂടുതൽ കൊടുക്കേണ്ടതായിട്ട് വരും. 10% കൂടുതൽ എന്ന് പറഞ്ഞാൽ ഒരു 50,000 രൂപ കൂടുതലായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. എന്ന് വെച്ചാല് ബോറോ ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോസ്റ്റ്ലി ആണ് ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം. അയാൾ മുന്നേ അത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, അയാൾ സേവിങ്സ് നടത്തുകയാണെങ്കിൽ അയാൾക്ക് എത്ര ചെയ്യാന്നുള്ളൂ, കുറവേ വേണ്ടി വരികയെന്നുള്ളൂ. പക്ഷെ ഇതൊക്കെ പല സ്റ്റഡീസിലും പല ഓതേഴ്സും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ എപ്പോഴും ഫണ്ട് ബോറോ ചെയ്യുന്നേക്കാളും മുമ്പ് എന്ത് ചെയ്യണമായിരുന്നു, അതിനെക്കുറിച്ച് ചിന്തിച്ച് നമ്മൾ അതിന് സേവിങ്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ബോറോ ചെയ്യുന്നതിന്റെ കോസ്റ്റ് ഒഴിവാക്കാൻ പറ്റും. അപ്പൊ നല്ലൊരു ഫിനാൻഷ്യൽ പ്ലാൻ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യും, നേരത്തെ കൂട്ടി ബാങ്കിലെ റിക്കറിംഗ് ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലെ സേവിങ്സ് സ്കീമോ അതുമാതിരി ചിട്ടി പോലത്തെ കാര്യങ്ങളോ അങ്ങനെ ചെയ്ത് അയാൾ എന്ത് ചെയ്യും, നേരത്തെ തന്നെ അതിന് തയ്യാറെടുക്കുകയാണെങ്കിൽ അയാൾക്ക് ഈ ഫണ്ട് റൈസ് ചെയ്യണതിന്റെ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. പക്ഷെ ബോറോ ചെയ്യണത് ദോഷവും അല്ല, അതാണ് ഇവിടെ പറയണത്. ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ ഭാഗമാണ് ബോറോ ഫണ്ട്, ബോറോയിങ്ങിനെ കുറിച്ചിട്ടുള്ള നോളേജ്. അതായത് നമുക്ക് പല മാർഗങ്ങളുണ്ട് ഫണ്ട് ബോറോ ചെയ്യാം. ഇപ്പൊ ബാങ്കിൽ തന്നെ പല മാർഗങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു കാറ് മേടിക്കണമെങ്കിൽ നമുക്ക് പറയാം ഇൻസ്റ്റാൾമെന്റ് ബേസിസിലൊക്കെ എന്ത് ചെയ്യാം, കാറ് മേടിക്കാൻ പറ്റും. അപ്പൊ പല മാർഗങ്ങളും, ഇപ്പൊ ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റി, ഒരു മാസം നമുക്ക് എന്തില്ല ഇൻട്രസ്റ്റ് ഇല്ലാതെ ക്രെഡിറ്റ് കാർഡ് പരിധിയിൽ നമുക്ക് ക്രെഡിറ്റ് കിട്ടും. അതിന് പല മെക്കാനിസം നമുക്ക് ബോറോ ചെയ്യാനുണ്ട്. ബോറോ ചെയ്യണതും ദോഷമൊന്നുമല്ല, നമുക്ക് ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ബോറോ ചെയ്യാമെന്നാണ് പല സ്റ്റഡീസിലും പറയണത്. എന്താണ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാല്, അതായത് ഞാനിപ്പോ എന്റെ കയ്യില് ഫണ്ട്
എന്റെ കയ്യിൽ ഒരു 5 ലക്ഷം രൂപ ഉണ്ട്. അപ്പൊ എനിക്കൊരു കാറ് വാങ്ങണം. 5 ലക്ഷം രൂപയുടെ കാറാണ് വാങ്ങാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, 5 ലക്ഷം രൂപ മൊത്തം ഉപയോഗിച്ച് കാറ് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നു. എന്റെ കയ്യിൽ 5 പൈസ ഇല്ല ഇനി ബാക്കി. പക്ഷെ എനിക്ക് കാറിന് പെട്രോൾ അടിക്കണം, അല്ലെങ്കിൽ മറ്റു ചെലവുകൾ ഉണ്ടാവും. അപ്പൊ എന്റെ കയ്യിൽ ഒന്നുമില്ല, ബാക്കി ഒന്നുമില്ല, എനിക്ക് കിട്ടാൻ വേറെ വകുപ്പുമില്ല. അപ്പൊ എനിക്ക് എന്ത് ചെയ്യായിരുന്നു? 5 ലക്ഷം മുഴുവനും കാറിന് കൊടുക്കണ്ട, ഒരു 2.5 ലക്ഷം അല്ലെങ്കിൽ 3 ലക്ഷം അത് കൊടുത്തിട്ട് ബാക്കി എന്റെ കയ്യിൽ തന്നെ വെക്കുകയാണെങ്കിൽ എനിക്ക് ലിക്വിഡ് ആയിട്ടുള്ള എന്റെ ക്യാഷ്, എന്റെ ദൈനംദിന ചെലവിനും കൂടെ എന്ത് ചെയ്യണം, ക്യാഷ് ഞാൻ മാറ്റി വെക്കേണ്ടതായിരിക്കുന്നു. അപ്പൊ ഇതാണ് ബോറോയിങ്ങിന്റെ പ്രത്യേകത പറയുന്നത്. നമുക്ക് ലിക്വിഡിറ്റി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന്, ബോറോ ചെയ്യാം. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാല് മനസ്സിലായില്ലേ, കയ്യിൽ ക്യാഷ് ആയിട്ട് വേണം നമ്മുടെ കയ്യിൽ. ഇപ്പൊ നമുക്കൊരു സ്ഥലത്ത് പോകുമ്പോ നമ്മളുടെ ബാങ്കിൽ കുറെ ഡെപ്പോസിറ്റ് ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ പേഴ്സിൽ എന്ത് വേണം, ക്യാഷ് ആയിട്ട് വേണം. അതാണ് ബോറോയിങ്ങിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാല്. ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഫണ്ട് ബോറോ ചെയ്യുന്നതിന് കുഴപ്പമില്ല. അപ്പൊ പറയേണ്ടത്, ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ്സ് ലൈക്ക് കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസ് can be done by borrowing funds which will maintain the liquidity in the present situation. ഇപ്പൊ പല ആൾക്കാരെ കുറിച്ചും പറയണേ കേൾക്കാം, ഒരുപാട് സ്വത്തുവകകൾ ഉണ്ട്, പക്ഷെ അയാൾക്ക് അത് വിൽക്കാൻ പറ്റണില്ല, ജീവിച്ചു പോണെങ്കിൽ കടം മേടിക്കണം എന്ന് വെച്ചാൽ ലിക്വിഡിറ്റി ഇല്ലായ്മ, ലാക്ക് ഓഫ് ലിക്വിഡിറ്റിയുടെ ഒരു പ്രോബ്ലം ആണ് അവിടെ പറയണത്. അപ്പൊ എന്ന് വെച്ചാൽ വലിയൊരു പ്രോബ്ലം ആണ്. പല ആൾക്കാരും ആത്മഹത്യയുടെ മുമ്പിൽ വരെ നിൽക്കുന്ന ഒരു പോയിന്റ് ആണ് ലിക്വിഡിറ്റി ഇല്ലാന്ന് വെച്ചാൽ. അതായത് അയാൾക്ക് മരുന്ന് വാങ്ങാനോ ഭക്ഷണം വാങ്ങാനോ ഒന്നും പൈസ ഇല്ല, അയാൾക്ക് കുറെ സ്ഥലവും വീടും ഒക്കെ ഉണ്ട്, പക്ഷെ അയാൾക്ക് അത് വിൽക്കാൻ പറ്റണില്ല. വിൽക്കാൻ പറ്റിയാലേ അതിന് ലിക്വിഡ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അതാണ് ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് നമ്മൾ എപ്പോഴും പറയണത്. അങ്ങനെ ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഫണ്ട് ബോറോ ചെയ്യണേലും കുഴപ്പമില്ല. ഇപ്പൊ ഇവിടെ പറയേണ്ട, ഒരു വീട് പണിയണേന് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ആണ്, വീട് പണിയണേന് ഒരുപാട് പൈസ വേണം. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ബോറോ ചെയ്യാം. എന്ന് വെച്ചാല് വിച്ച് വിൽ മെയിൻറ്റെയിൻ ദ ലിക്വിഡിറ്റി ഇൻ ദ പ്രസന്റ് സിറ്റുവേഷൻ. നമുക്ക് താൽക്കാലികമായിട്ട് ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഫണ്ട് ബോറോ ചെയ്യാം. Hence, borrowing funds are also appropriate decisions and they form a part of financial literacy. അപ്പൊ ബോറോയിങ് ഫണ്ട്സ് എന്ന് പറഞ്ഞാലും എന്തിനാണ്, ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ ഒരു ഭാഗമാണ്. അതും അപ്രോപ്രിയേറ്റ് ഡിസിഷൻ ആണ്, നല്ലൊരു തീരുമാനമാണ്. ചില സമയത്ത് ഫണ്ട് ബോറോ ചെയ്യണം എന്നുള്ളത് നല്ലൊരു തീരുമാനമായിരിക്കും. The knowledge in financial literacy is not confined with savings and expenses, but also with appropriate decisions with respect to borrowings. അപ്പൊ നമുക്ക് തോന്നും ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറഞ്ഞാല് നമ്മുടെ സേവിങ്സും ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചും മാത്രമല്ല ചിന്തിക്കേണ്ടത്, സേവിങ്സും എക്സ്പെൻസും മാത്രമല്ല ചിന്തിക്കേണ്ടത്, ഫണ്ട് ബോറോ ചെയ്യുന്നതിനെ കുറിച്ചും നമുക്ക് അതിന്റെ ഒരു ഭാഗമാണ്, ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ ഒരു ഭാഗമാണ് ബോറോയിങ് ഫണ്ട്സിനെ കുറിച്ചിട്ടുള്ള നോളേജ്. അതായത് പല മാർഗങ്ങളിലൂടെ നമുക്ക് ഫണ്ട് ബോറോ ചെയ്യാം. അതിനെ കുറിച്ചിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള അറിവും ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ ഭാഗമാണ്. ഇതാണ് നാലാമത്തെ കോമ്പണന്റ് എന്ന് പറഞ്ഞാല് ബോറോയിങ്. അപ്പൊ ഏണിങ്സ് പറഞ്ഞു, സ്പെൻഡിങ്, ഇൻവെസ്റ്റിംഗ്, ബോറോയിങ്. നെക്സ്റ്റ് ആണ് പ്രൊട്ടക്ടിങ്. പ്രൊട്ടക്ടിങ് എന്ന് പറയുന്നത് എന്താ, നമ്മൾ എന്ത് ചെയ്യണം, പ്രൊട്ടക്ട്. അതന്നെ, അതായത് നമ്മളിപ്പോ സേവിങ്സ് ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ട്, ഇപ്പൊ ചിട്ടി ചേർന്നു എന്നൊക്കെ നമ്മൾ പറയും. അത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു, സേവിങ്സിനെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ആക്കി മാറ്റി ചിട്ടി. പക്ഷെ ആ ചിട്ടി എന്ന് പറഞ്ഞാൽ എന്തെന്നാ, തല്ലിപ്പൊളി കമ്പനി ആയിരുന്നു. അതായത് പല പേപ്പറിലും കാണാം എന്തെന്നാ, ഏതെന്നാ ചിട്ടി കമ്പനി എക്സാമ്പിൾ, ഹിമാലയ. അതിൽ നിന്ന് ഉടമകള് പണവുമായിട്ട് മുങ്ങിന്നൊക്കെ കേൾക്കാം. അതെന്താണ്, അവിടെ ലാക്ക് ഓഫ്, നമുക്ക് പ്രൊട്ടക്ഷൻ ഇല്ല അവിടെ നമ്മുടെ പണം. അതായത് നമ്മളെപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പണം അവിടെ സുരക്ഷിതമാണോ എന്ന് ചിന്തിക്കണം. അവിടെയാണ് ഗവൺമെന്റിൽ തന്നെ പല സ്കീമുകളും നമ്മൾ നോക്കണത്. എന്ന് വെച്ചാല് പ്രൊട്ടക്ഷൻ ആണ്, നമ്മുടെ സെക്യൂരിറ്റി ഏറ്റവും കൂടുതലുള്ളത് ഗവൺമെന്റിന്റെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സ്കീമുകളായിരിക്കും. എന്ന് വെച്ചാൽ ഏറ്റവും സെക്യൂരിറ്റി ഉള്ള ആയിരിക്കും ഗവൺമെന്റ് സെക്യൂരിറ്റീസും, അല്ലെങ്കിൽ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യണ പല ഇൻസ്ട്രുമെന്റ്സും ആയിരിക്കും ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി ഉള്ളത്. ഇപ്പൊ നമ്മൾ പല കമ്പനികളെ കുറിച്ചും കേൾക്കുന്നുണ്ട്. പല കമ്പനിയിലും നമുക്ക് ഷെയർസ് ആയിട്ടോ ഡിബഞ്ചേഴ്സ് ആയിട്ടോ ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷെ ആ കമ്പനിക്ക് ഒരു നെഗറ്റീവ് ടൈം ആണെങ്കിൽ നമ്മുടെ പണം എന്ത് ചെയ്യും, നഷ്ടപ്പെട്ടു പോകും. നമ്മൾ നമ്മുടെ പണത്തിന് പ്രൊട്ടക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് വേണം എപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ.
ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു പ്രൊട്ടക്ട് മണി ആസ് യു ആണ്. അപ്പൊ നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ അത് നഷ്ടപ്പെടാതെ നോക്കണം. അതാണ് പ്രൊട്ടക്ട് ദ മണി എന്ന് പറയുന്നത്. Making proper saving and analyzing spending habits is necessary to protect the money which is saved. അപ്പൊ നമ്മള് നല്ല രീതിയിൽ സേവിങ്സ് നടത്തണം. അതുപോലെ തന്നെ നമ്മുടെ സ്പെൻഡിങ് ഹാബിറ്റ്സ്, ചെലവ് ചെയ്യണേന് അപ്പൊ നമ്മൾ സുരക്ഷിതമാണോ എന്ന് അറിഞ്ഞിട്ട് വേണം എന്ത് ചെയ്യണം, പണം ചെലവ് ചെയ്യാം. സർപ്ലസ് മണി ഷുഡ് നോട്ട് ബി കെപ്റ്റ് ഐഡിൽ. കൂടുതൽ പണം ഉണ്ടെങ്കിൽ നമ്മൾ വെറുതെ വെക്കാൻ പാടില്ല. വീട്ടിൽ അലമാരി വെച്ച് പൂട്ടിയാൽ എന്ത് ചെയ്യും, കള്ളം വന്ന് കൊട്ടുകൊണ്ട് പോകും. അതാണ് ലാക്ക് ഓഫ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. സേഫ്റ്റി ഇല്ല. ഇറ്റ് ക്യാൻ ബി ഇൻവെസ്റ്റഡ് ഇൻ ലോ റിസ്ക് ഇൻവെസ്റ്റ്മെന്റ്സ് ഓൺ ടു എൻഷുർ എ മിനിമം റിട്ടേൺ ആൻഡ് ലോ റിസ്ക്. അപ്പോഴാണ് ഇവിടെ പ്രൊട്ടക്ഷൻ എന്നുള്ളതിന് പറയുന്നത് എന്താണ്, ലോ റിസ്ക് ഇൻവെസ്റ്റ്മെന്റ്. ലോ റിസ്ക്, റിസ്ക് കുറവുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് വേണം. പലതരത്തിലുള്ള റിസ്ക് കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ്. പോസ്റ്റ് ഓഫീസ് എന്നൊക്കെ പറഞ്ഞാൽ പലിശ കുറവാണെങ്കിലും റിസ്ക് കുറവാണ്. പലിശ ചിലപ്പോൾ കുറവായിരിക്കും, പക്ഷെ അവിടെ റിസ്ക് ഉണ്ടായിരിക്കില്ല. റിസ്ക് എന്ന് പറഞ്ഞാൽ ചാൻസ് ഓഫ് ലോസ്, നഷ്ടപ്പെടാനുള്ള സാധ്യത കുറവായിരിക്കും. പോസ്റ്റ് ഓഫീസ് സ്കീം, ഗവൺമെന്റിന്റെ പല സ്കീമുകളൊക്കെയാണ്. അപ്പൊ ലോ റിസ്ക് ആണെങ്കിൽ നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും കുഴപ്പമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഒരു മിനിമം റിട്ടേണും കിട്ടും, റിസ്ക്കും കുറവാണ്. ഹെൻസ് ഇറ്റ് ഈസ്, അപ്പൊ അവിടെ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട് നമ്മുടെ പണത്തിന്. നമ്മൾ റിസ്ക് കൂടുതൽ എടുക്കുമ്പോഴാണ് നമ്മുടെ പണം നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുന്നത്. Hence, it is not only earnings that is considered in financial literacy, but the ways to protect the earnings also be learned. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞത് ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറഞ്ഞാൽ സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും മാത്രമല്ല, നമ്മളിപ്പോ പറഞ്ഞ 5 കാര്യങ്ങളും എന്താണ്, ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ ഭാഗങ്ങളാണ്. അതായത് എന്തൊക്കെയാണ്, ഏർണിങ്സ് പറഞ്ഞു, അതായത് അണ്ടർസ്റ്റാൻഡ് യുവർ ഏർണിങ്സ്. പിന്നെ എന്താ പറഞ്ഞ, സ്പെൻഡിങ്, അതായത് സ്പെൻഡിങ് എന്ന് പറഞ്ഞാല് ബഡ്ജറ്റ് അനുസരിച്ച്. പിന്നെ പറഞ്ഞത് ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു, അതായത് സേവിങ്സ് ടു അറ്റൻഡ് ദ ഫിനാൻഷ്യൽ ഗോൾസ്. നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾസ് അനുസരിച്ച് നമ്മൾ സേവിങ്സ് നടത്തുമ്പോഴാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ ബോറോ ചെയ്യണതിന്റെ കാര്യം പറഞ്ഞത്, ബോറോ ചെയ്യണ ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനാണെങ്കിൽ ബോറോ ചെയ്യണതിന് കുഴപ്പമില്ല. ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് പ്രൊട്ടക്ഷൻ ആണ്, പ്രൊട്ടക്ടിങ് ദ മണി, അതായത് നമ്മുടെ പണം സുരക്ഷിതമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ഇതൊക്കെയാണ് ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ കീ കോമ്പോണൻസ് പറഞ്ഞാൽ. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി അതിന്റെ സിഗ്നിഫിക്കൻസ് ആണ് ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ സിഗ്നിഫിക്കൻസ്. ഇപ്പൊ ഇത് കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ പ്രാധാന്യം നമുക്ക് ഇവിടെ മനസ്സിലായിട്ടുണ്ട് ഇല്ലേ. ഇത് ഫിനാൻഷ്യൽ ലിറ്ററസി ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുള്ളൂ. ഇപ്പൊ പല വീടുകളിലും കടത്തിന് മേലെ കടാവണേന്റെ ഒരു കാര്യം എന്താണ്, ഫിനാൻഷ്യൽ ലിറ്ററസി ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു അവസ്ഥ വരുന്നത്. അവര് ഫിനാൻഷ്യലി ലിറ്ററേറ്റ് ആണെങ്കിൽ, അതായത് ചെറിയ വരുമാനമാണെങ്കിലും അവര് ഇതുപോലെ ഏർണിങ്സ് അറിഞ്ഞുകൊണ്ട് സ്പെൻഡിങ് നടത്തുക, അതുപോലെ തന്നെ സേവിങ്സ് മാറ്റി വെക്കുക, ഇൻവെസ്റ്റ് ചെയ്യുക, അതുമാതിരി തന്നെ ആവശ്യമാണെങ്കിൽ ബോറോ ചെയ്യുക, സുരക്ഷിതത്വം നോക്കിയിട്ട് പ്രൊട്ടക്ട് ചെയ്യും. ആ പണം സേവിങ്സിനൊക്കെ സുരക്ഷിതമായിട്ടുള്ള ഇതില് നിക്ഷേപിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ഫിനാൻഷ്യൽ ഗോൾസ് അച്ചീവ് ചെയ്യാനും പറ്റും. പ്രാരാബ്ദം ഇല്ലാതെ വീട് മുന്നോട്ട് പോവുകയും ചെയ്യും. അതൊക്കെ ഫിനാൻഷ്യലി ലിറ്ററസിയുടെ പ്രാധാന്യമാണ് പറയണത്. നോക്കാം സിഗ്നിഫിക്കൻസ് ഇവിടെ എന്താ പറയണെന്ന് നോക്കാം. ലാർജ് നമ്പർ ഓഫ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസ്. അവന്യൂസ്, ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസ് എന്ന ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ. അതായത് നമുക്ക് പറയാം ഇക്വിറ്റി ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോൺസ്, ഇതൊക്കെ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസ് ആണ്. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുക, പോസ്റ്റ് ഓഫീസ് സേവിങ് സ്കീം, പിന്നെ അതുമാതിരി തന്നെ നിധി കമ്പനീസ്, ചിറ്റ് ഫണ്ട്സ്, അതുപോലെ തന്നെ എന്ത് ചെയ്യുക LIC, മ്യൂച്വൽ ഫണ്ട്സ്, ഇതൊക്കെ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസ് ആണ്, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള മാർഗങ്ങളാണ്. അപ്പൊ നമ്മുടെ മുന്നിൽ എന്താണ് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസ് ഉണ്ട്. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. അതാണ് ഇവിടെ പറയണത്. എ ലാർജ് നമ്പർ ഓഫ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസ് മേക്ക് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് വെരി കോംപ്ലിക്കേറ്റഡ്. അതായത് നമുക്കിവിടെ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ മാത്രമേ ഒരു ഓപ്ഷൻ ഉള്ളൂ. അപ്പൊ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട, നേരെ പോയി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. പക്ഷെ ഇവിടെ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താണ്, ഒരുപാട് മാർഗങ്ങളുണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ. ഇപ്പൊ ഷെയർസിലോ ഡിബഞ്ചേഴ്സിലോ ബോൺസോ അല്ലെങ്കിൽ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സോ, പിന്നെന്താ ചിട്ടിയിലോ, അല്ലെങ്കിൽ പിന്നെന്താ ബാങ്ക് ഡെപ്പോസിറ്റോ, പോസ്റ്റ് ഓഫീസിലോ, ഇൻഷുറൻസോ, മ്യൂച്വൽ ഫണ്ട്സോ, ഒരുപാട് മാർഗങ്ങളുണ്ട്. അപ്പൊ നമുക്ക് അതിൽ ഏത് ചെയ്യണമെന്നുള്ളത് ഒരു തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നത്
Due to its rapid growth, investors are not even aware of certain investment avenues. പിന്നെ അതുപോലെ തന്നെ പല ഇൻവെസ്റ്റ്മെന്റ്സ് പുതിയ പുതിയ അവന്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ഇൻവെസ്റ്റേഴ്സിന് എന്തില്ല, പുതിയ പുതിയ ഇൻസ്ട്രുമെന്റ്സ്, ഇപ്പൊ ഷെയർസ് തന്നെ പലതരത്തിലുള്ള ഇക്വിറ്റി ഷെയർസ് വിത്ത് വാറന്റ് പല സ്കീമിലുള്ളതൊക്കെ വരുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇതിനെ കുറിച്ചിട്ടുള്ള നോളേജ് ഉണ്ടാവണമെന്നില്ല. അവിടെയാണ് ഫിനാൻഷ്യൽ ലിറ്ററസി പ്രോഗ്രാംസിന്റെ സിഗ്നിഫിക്കൻസ് പറയുന്നത്. പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസ്, പുതിയ പുതിയ അവന്യൂസ് ഒക്കെ നമുക്ക് അറിയണമെങ്കിൽ ഫിനാൻഷ്യൽ ലിറ്ററസി പ്രോഗ്രാംസ് ഒക്കെ അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ ഫിനാൻഷ്യൽ ലിറ്ററസി പ്രോഗ്രാംസ് ക്യാൻ ബിൽഡ് an awareness about the availability of various type of financial products with their features. അപ്പൊ ഫിനാൻഷ്യൽ ലിറ്ററസി പ്രോഗ്രാം ഒന്ന് നോക്കാം. ഫിനാൻഷ്യൽ ലിറ്ററസി പ്രോഗ്രാംസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്ന് വെച്ചാല് ആ പ്രോഗ്രാംസ് എന്ത് ചെയ്യുന്നതാണ്, can build an awareness about the availability of various types of financial products. പലതരത്തിലുള്ള ഫിനാൻഷ്യൽ പ്രോഡക്ട്സ്, അതുപോലെ തന്നെ അതിന്റെ ഫീച്ചേഴ്സ്. ഫിനാൻഷ്യൽ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. ഇപ്പൊ ഷെയർസ്, ഡിബഞ്ചേഴ്സ്, നമ്മളിപ്പോ പറയുന്നത് ബാങ്ക് ഡെപ്പോസിറ്റ്, പോസ്റ്റ് ഓഫീസ്, LIC, മ്യൂച്വൽ ഫണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ഫിനാൻഷ്യൽ പ്രോഡക്ട്സിനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് കൊടുക്കുക. അങ്ങനത്തെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ടെന്ന് ഒരു അവയർനെസ് കൊടുക്കുക, അതിന്റെ പ്രത്യേകതകളൊക്കെ അറിയിക്കുക. അതിനെയാണ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ലിറ്ററസി പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. ഒന്ന് ജസ്റ്റ് അണ്ടർലൈൻ ചെയ്തിടാം, ഫിനാൻഷ്യൽ ലിറ്ററസി പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. അതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞാല് ദിസ് പ്രൊവൈഡ്സ് നെസസറി ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ഓൾ ദി ഇൻവെസ്റ്റേഴ്സ് ടു ഡെവലപ്പ് സ്കിൽസ് ടു മേക്ക് ദംസെൽസ് ഫിനാൻഷ്യലി ലിറ്ററേറ്റ് by understanding their rights and responsibilities. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്, ഫിനാൻഷ്യൽ ലിറ്ററസി പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന്, നെസസറി ഇൻഫ്രാസ്ട്രക്ചർ ആണ്, അതായത് അടിത്തറയായിരിക്കും ഓരോ ഇൻവെസ്റ്റേഴ്സിനും. അതായത് നമുക്ക് ഈ ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ച് കൃത്യമായിട്ട് ധാരണ, അതിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, അതിന്റെ ബേസിക് ഫീച്ചേഴ്സ് ഒക്കെ അറിയുമ്പോൾ നമുക്ക് അതിനെ കുറിച്ചിട്ടുള്ളൊരു അടിത്തറ കിട്ടും. എങ്ങനെയാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അതിന് എന്തൊക്കെ സ്കിൽസ് വേണം. അപ്പൊ അതുപോലെ തന്നെ ഓരോരുത്തരുടെയും റൈറ്റ്സ്, റെസ്പോൺസിബിലിറ്റി. ഇപ്പൊ ഷെയർസ് ആണെങ്കിൽ നമുക്കറിയാം, ഷെയർ ഹോൾഡർ ആണെങ്കിൽ നമുക്ക് കുറെ റൈറ്റ്സും റെസ്പോൺസിബിലിറ്റി ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഫിനാൻഷ്യലി ലിറ്ററേറ്റ് ആണെങ്കിൽ അയാൾക്ക് അതിനെക്കുറിച്ച് ഒരു നല്ലൊരു അടിത്തറ ഉണ്ടായിരിക്കും ഈ ഫിനാൻഷ്യൽ ലിറ്ററസി പ്രോഗ്രാംസ് വഴി. അപ്പൊ ഫിനാൻഷ്യൽ ലിറ്ററസി പ്രോഗ്രാംസ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇവിടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ലിറ്ററസി പ്രോഗ്രാംസ് വർക്ക് ടുവേർഡ്സ് ഇൻക്ലൂസീവ് ഗ്രോത്ത് by developing the knowledge and skill of the stakeholders. പിന്നെ നമുക്കൊരു വളർച്ച ഉണ്ടാവും. അതായത് ഇതിനെ കുറിച്ച് നമ്മൾ ഏതിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, അങ്ങനെ ഒരു ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ട്, എന്തൊക്കെ ചുമതലകളുണ്ട്, അങ്ങനെ അറിയുമ്പോൾ നമ്മുടെയും കൂടെ ഒരു ഗ്രോത്ത് അവിടെ ഉണ്ടാവുകയാണ്. This helps them to understand informed decisions with investment. അപ്പൊ നല്ലൊരു ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കാൻ ഓരോ ഇൻഡിവിജ്വലിനും പറ്റും. ഇൻഫോംഡ് ഡിസിഷൻസ് തന്നെ എന്തെന്നാ, അതായത് നമുക്ക് ഉള്ള അറിവ് വെച്ചുകൊണ്ട്, ഇൻഫോംഡ് എന്ന് പറഞ്ഞാൽ എന്തെന്നാ, നമ്മളത് വിശകലനം ചെയ്ത്, ഇൻഫോർമേഷൻ ഉണ്ട് നമ്മുടെ കയ്യിൽ, അത് വിശകലനം ചെയ്തിട്ട് നല്ലൊരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുമ്പോഴാണ് ഇതിന് ഇൻഫോംഡ് ഡിസിഷൻസ് പറയുന്നത്. അപ്പൊ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ നമ്മൾ തോന്നിയ പോലെ ഇൻവെസ്റ്റ് ചെയ്യല്ല, നമ്മൾ എന്ത് ചെയ്യണത്, നമ്മൾ നല്ലോണം വിശകലനം ചെയ്തിട്ടാണ് അവിടെ ഒരു ഡിസിഷൻ എടുക്കുന്നത്. അത് ഫിനാൻഷ്യൽ ലിറ്ററസി പ്രോഗ്രാംസ് വഴിയാണ് നമുക്ക് ആ നോളജ് കിട്ടിയത്. This knowledge will help to develop and maintain the appropriate standards of competence for wealth management, risk management, investment advisory, project management and financial planning analysis. അപ്പൊ അങ്ങനത്തെ ഒരു നോളജ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, പല കാര്യങ്ങൾക്ക്, അതായത് വെൽത്ത് മാനേജ്മെന്റ്, റിസ്ക് മാനേജ്മെന്റ്, ഇൻവെസ്റ്റ്മെന്റ്, ഓരോ ടേംസ് ആണ്, വലിയ വലിയ സബ്ജക്റ്റുകളാണ് ഇതൊക്കെ. അതിലൊക്കെ ഒരു അപ്രോപ്രിയേറ്റ് സ്റ്റാൻഡേർഡ്സ് അയാൾക്ക് ഉണ്ടാക്കാൻ ഈ അറിവൊക്കെ അയാൾക്ക് ഇമ്പോർട്ടന്റ് ആണെന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് ഫിനാൻഷ്യൽ ലിറ്ററസി പ്രോഗ്രാംസ് ആർ ഓൾസോ ഹെൽപ്പിംഗ് ദ എംപവർമെന്റ് ഓഫ് ദി നേഷൻ. പിന്നെ രാജ്യത്തിന്റെ വളർച്ചയ്ക്കും ഫിനാൻഷ്യൽ ലിറ്ററസി പ്രോഗ്രാം ഇമ്പോർട്ടന്റ് ആണ്. വിത്ത് മാസീവ് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ക്യാമ്പയിൻ പ്രോഗ്രാംസ്, പീപ്പിൾ ആർ ബിക്കമിംഗ് മോർ എഫിഷ്യന്റ് ഇൻ മാനേജിംഗ് ദ മണി. At the same time, financial products and services have to fair and transparent. അപ്പൊ ആൾക്കാർക്കൊക്കെ അതിനെ കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടായാലും നല്ലൊരു നമ്മുടെ നേഷന്റെ തന്നെ ഒരു ഡെവലപ്മെന്റ് ആണ് അവിടെ പറയുന്നത്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഫിനാൻഷ്യൽ പ്രോഡക്ട്സും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ എന്താണ്, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള, അതായത് എല്ലാവർക്കും എല്ലാത്തിനെ കുറിച്ച് കൃത്യമായിട്ട് അറിവുണ്ടെങ്കിൽ അവിടെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, കള്ളത്തരം നടത്താൻ പറ്റില്ല. അതാണ് ട്രാൻസ്പെറൻസി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്.
അപ്പൊ ഫിനാൻഷ്യൽ ലിറ്ററസി പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഫിനാൻഷ്യൽ പ്രോഡക്റ്റ് ഒക്കെ നമുക്ക് നല്ല സുതാര്യമായിരിക്കും ആ മേഖല. ഇത്രയാണ് ഇവിടെ സിഗ്നിഫിക്കൻസ് ആയിട്ട് പറയണത്. ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ ഇമ്പോർട്ടൻസ് ആണ് പറയണത്. അപ്പൊ ഇതിൽ ഫിനാൻഷ്യൽ ലിറ്ററസി പ്രോഗ്രാംസിനെ കുറിച്ചാണ് പറയണത്. പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാല് ഫിനാൻഷ്യൽ പ്രോഡക്ട്സിനെ കുറിച്ചും അതിനെക്കുറിച്ചുള്ള നോളേജ് ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുക, അവർക്കൊരു ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുക, അതിനൊക്കെയാണ് ഫിനാൻഷ്യൽ ലിറ്ററസി പ്രോഗ്രാംസ് എന്ന് പറയുന്നത്, അതിന്റെ ഇമ്പോർട്ടൻസ്. ഇനി മെത്തഡോളജി ഫോർ അസസിങ് ദ ഫിനാൻഷ്യൽ ലിറ്ററസി. ഇതൊന്നും പേടിക്കാനുള്ളതൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ നമ്മൾ വായിച്ചു നോക്കിയാലേ നമുക്ക് തലയിൽ കയറുന്ന കാര്യങ്ങളാണ് ഈ പറയണത്. ഈ ഫിനാൻഷ്യൽ ലിറ്ററസി ഉണ്ടോ ഇല്ലേന്ന് നമ്മൾ എങ്ങനെയാണ് അസസ് ചെയ്യുക? അസസ് ചെയ്യാന്ന് അളക്കുക. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഒരു മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർ അവർ ഫിനാൻഷ്യലി ലിറ്ററേറ്റ് ആണോ എന്ന് നമ്മൾ എങ്ങനെയാണ് അറിയാം? അതാണ് മെത്തഡോളജി ഫോർ അസസിങ് ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നത്. നോക്കാം. ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയോ? സംശയം വല്ലതും തോന്നുന്നുണ്ടോ? ക്ലിയർ ആണ്. ഓക്കെ. കേറാൻ നോക്കിട്ട് പറ്റിയില്ല കേട്ടാ. ക്ലാസ്സിൽ കേറാൻ നോക്കിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്രൂവിന്റെ എന്തോ ഇവര് ജോയിൻ ചെയ്യുമ്പോഴേ എന്റെ മൊബൈലിലാണ് അത് വരുന്നത്. അപ്പൊ ഞാൻ മൊബൈലില് ഗോപികയാണ് എൻറോള് വന്ന് കിടക്കുന്നുണ്ട്. അത് ഞാനിവിടെ എൻറോൾ ചെയ്തിട്ടാലും നിങ്ങൾക്ക് ആദ്യത്തെ ദിവസമില്ലേ, ആദ്യത്തെ ദിവസം നിങ്ങൾ എൻറോൾ ചെയ്യാൻ ഞാൻ പെർമിറ്റ് ചെയ്താലും നിങ്ങൾക്ക് കയറാൻ പറ്റുള്ളൂ. പിന്നെ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് കയറാൻ പറ്റും. അപ്പൊ ഗോപിക ആദ്യമായിട്ടാണ് ഇന്ന് കയറാൻ നോക്കിയത്. ഇന്നലെ ഏതെങ്കിലും നേരത്തെ ഫ്രീ ആയുള്ള സമയത്ത് കയറാൻ നോക്കിയാല് ഞാൻ മൊബൈലിൽ കണ്ടോളൂ. ഇതിപ്പോ ക്ലാസ്സിന്റെ ഇടയിൽ ഇപ്പൊ ഞാൻ കണ്ടില്ല. ക്ലാസ് തുടങ്ങണേക്കാളും മുമ്പ് വന്നവർക്കൊക്കെ ഞാൻ എൻറോൾ ചെയ്ത് കൊടുത്തു. അത് ഈ ആപ്പില് നമ്മൾ ആദ്യമായിട്ട് കയറുമ്പോ ഞാൻ എന്റെ ക്ലാസ്സിൽ കയറാൻ അനുവദിക്കണവർക്ക് മാത്രമേ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾ 7 പേരുണ്ട്. ഇനി നിങ്ങൾക്ക് ഇനി കയറുന്നതിന് കുഴപ്പമില്ല. ഇനി പുതിയ ഒരാൾ വരികയാണെങ്കിൽ എൻറോൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഞാനിവിടെ പെർമിറ്റ് കൊടുക്കുമ്പോഴാണ് വരുന്നത്. ക്ലാസ് തുടങ്ങിയതിന്റെ ഇടയിൽ ഞാൻ കണ്ടില്ല, മൊബൈൽ വന്ന് കിടപ്പുണ്ട്. ഇപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് ഗോപികനെ. നമുക്കെന്നാലും നിർത്താം. എന്റെ സമയം കഴിഞ്ഞല്ലേ, ടീച്ചർ ക്ലാസ് വെച്ചില്ലേ, 9:50 ഞാൻ ഇതും കൂടി എടുക്കണമെന്ന് വിചാരിച്ചതാ. അടുത്ത ദിവസം എടുക്കാം കേട്ടാ. അപ്പൊ അടുത്ത ദിവസം വൈകിട്ട് കസ്റ്റമേഴ്സ് വയ്ക്കണില്ല, ആ ചാപ്റ്റർ തീർക്കാം 5 മണിക്ക് ഗ്രൂപ്പിലിടാം. നാളെ രാവിലെ വെക്കുന്നുണ്ട് 9 മണിക്ക്. അപ്പൊ ശരി, എന്നാ എക്സിറ്റ് ചെയ്യാം. വായിച്ചു നോക്കണം കേട്ടോ. സബ്ജക്ട് ബോറിംഗ് ആണെന്നൊക്കെ തോന്നും, പക്ഷെ നമുക്ക് പഠിച്ചേ പറ്റൂ. വായിച്ചു നോക്കാം എല്ലാവരും. ഓക്കെ, താങ്ക് യു.